ചില പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. അതായത് കോമ്പറ്റീഷനിൽ വരാൻ സാധ്യതയുള്ള ചില ന്യൂസ് ആണ് ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്നും കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന് മാർച്ച് 26 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കേരള അസംബ്ലി പാസസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബിൽ. കേരള നിയമസഭ സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 25 സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? കേരള നിയമസഭ. 25 മാർച്ച് അതായത് ഇന്നലെയായിരുന്നു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കേരള നിയമസഭയിൽ ഒരു പുതിയ ബിൽ പാസ്സാക്കിയിട്ടുള്ളത്, അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഈ ബിൽ പാസ്സാക്കിയതോടുകൂടി ഇനി കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സർവകലാശാല ഏതാണ്? സിക്കിം മണിപ്പാൽ സർവകലാശാല. സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. കേരളമാണെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഇത് ആരംഭിച്ചിട്ടുള്ളത് 1995 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ 2024 ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ സ്വകാര്യ സർവകലാശാല ഉള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. 65 യൂണിവേഴ്സിറ്റീസ്. ഗുജറാത്തിൽ 65 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നിൽക്കുന്നത് രാജസ്ഥാൻ ആണ്. ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. മിക്കവാറും സംസ്ഥാനങ്ങളിൽ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കേരളത്തിലും ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരാൻ പോവുകയാണ്. കേരളത്തിലെ സ്വകാര്യ സർവകലാശാലയെക്കുറിച്ചുള്ള പുതിയ ബിൽ അനുസരിച്ച് എത്ര ശതമാനം സീറ്റുകൾ കേരളീയർക്കായി സംവരണം ചെയ്യും? 40%. 40% ഓഫ് സീറ്റ് ആണ് കേരളത്തിലെ, അതായത് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ പ്രസൻസിലായിരിക്കുള്ളൂ ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെയുള്ള ഫെസിലിറ്റീസ് ആയിരിക്കുള്ളൂ വരാൻ പോകുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് കേരള ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് എ സീനിയർ സിറ്റിസൺ കമ്മീഷൻ. മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. അതായത് മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ, സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ ആണ് സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിലെ, ഇന്ത്യയിൽ തന്നെ പറയുമ്പോൾ ആദ്യത്തെ ഒരു സംസ്ഥാനമാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സീനിയർ സിറ്റിസൺ കമ്മീഷൻ സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം, സീനിയർ സിറ്റിസൺ കമ്മീഷൻ ഇത് സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം, ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കേരളമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണിതും. 2025 പുതുതായി അവതരിപ്പിച്ച കേരള സംസ്ഥാന സീനിയർ സിറ്റിസൺ കമ്മീഷൻ ബില്ലിന്റെ ലക്ഷ്യം എന്തായിരിക്കും? മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, സംരക്ഷണം, ശാക്തീകരണം. ഇന്നിപ്പോൾ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ഇവർക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ വെൽഫെയർ, അവരുടെ ക്ഷേമം. മറ്റൊന്ന് അവരെ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. കൂടാതെ തന്നെ അവർക്ക് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും സഹായിക്കുക എന്നതുകൂടിയാണ്. ഒപ്പം അവരെ എംപവർ ചെയ്യുക, അവരെ ഒന്നുകൂടി ശാക്തീകരിക്കുക എന്നതൊക്കെയാണ് ഈ ഒരു പുതിയ കമ്മീഷന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം വന്നിട്ടുള്ളത്, ആസ് എ സീനിയർ സിറ്റിസൺ കമ്മീഷൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡിസ്കവറി ഓഫ് ഓവർ 100 മെഗാലിറ്റ്സ് നിയർ മലമ്പുഴ ഡാം. മലമ്പുഴ അണക്കെട്ടിന് സമീപം 100-ലധികം മെഗാലിത്തുകളുടെ കണ്ടെത്തൽ. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിന്റെ ഏത് ഭാഗത്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 110-ലധികം മെഗാലിത്ത് ഘടനകൾ കണ്ടെത്തിയത്? മലമ്പുഴ അണക്കെട്ടിന് സമീപം. മലമ്പുഴ അണക്കെട്ടിന് സമീപം 110 മെഗാലിത്ത് സ്ട്രക്ചേഴ്സ്. അതായത് മെഗാലിത്ത് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരുതരം പാറയാണ്, മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ്. അതായത് ചെറിയ അന്നത്തെ ഗുഹകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, താമസിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബറിയൽ സൈറ്റ്, അതായത് ശവസംസ്കാരത്തിന് വേണ്ടിയെല്ലാം ഇത്തരത്തിലുള്ള വലിയ വലിയ പാറകൾ നിർമ്മിക്കാറുണ്ട്. അതേ തരത്തിലുള്ള 110 മെഗാലിത്ത് സ്ട്രക്ചേഴ്സ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലാണ് മോർട്ടോർ അല്ലെങ്കിൽ സിമെന്റ് ഇല്ലാതെ വലിയ, പലപ്പോഴും പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് ശവസംസ്കാരത്തിനായി മെഗാലിത്ത് ഘടനകൾ നിർമ്മിച്ചത്? നിയോലിത്തിക് വെങ്കല യുഗങ്ങൾ, നിയോലിത്തിക് ആൻഡ് ബ്രോൺസ് ഏജ്, ആ സമയങ്ങളിലാണ് ഇത്തരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ ഒരു
ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മലമ്പുഴ ഡാമിനടുത്ത് ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ നിയോളിത്തിക്കൽ ഏജ് ആ സമയങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് മെഗാലിത്ത് സ്ട്രക്ചേഴ്സ്. ഇത് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ബറിയൽസ്, അതായത് ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള പ്രത്യേക തരത്തിലുള്ള ഗുഹകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളാണ് മെഗാലിത്ത് കല്ലുകൾ. മലമ്പുഴ അണക്കെട്ടിനടുത്തുള്ള 110 മെഗാലിത്തിക് ഘടനകൾക്കൊപ്പം ഒഡീഷയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താണ് കണ്ടെത്തിയത്? രത്നഗിരിയിലെ ബുദ്ധമത പുരാവസ്തുക്കൾ. അതായത് ഈയടുത്ത് ആർക്കിയോളജി സർവേ കണ്ടെത്തിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് മലമ്പുഴയിലുള്ള മെഗാലിത്ത് കല്ലുകൾ, മറ്റൊന്ന് ഒഡീഷയിലുള്ള ബുദ്ധമത പുരാവസ്തുക്കൾ. ഒഡീഷയിലെ രത്നഗിരിയിൽ അടുത്തിടെ കണ്ടെത്തിയ ബുദ്ധമത പുരാവസ്തുക്കൾ ഏത് ബുദ്ധമതത്തെക്കുറിച്ച് നിർണായക ഉൾക്കാഴ്ച നൽകുന്നു? വജ്രയാന ബുദ്ധമതം. വജ്രയാന ബുദ്ധിസം ഇത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അത് പാലിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ടിബറ്റ് ആണ്. ടിബറ്റൻസ് ഇപ്പോഴും, അതായത് മന്ത്രങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കുന്ന ഒന്ന് ടിബറ്റൻസ് ആണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ബുദ്ധിസത്തെക്കുറിച്ചുള്ള ഒന്ന് ഒഡീഷയിലെ രത്നഗിരി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ആ ഒരു സ്ഥലത്തു നിന്നുള്ള ചില കാര്യങ്ങളാണ് ഇവിടെയും കണ്ടെത്തിയിട്ടുള്ളത് ഒഡീഷയിൽ. അപ്പോൾ ബുദ്ധിസം ആ സമയങ്ങളിൽ ഉപയോഗിച്ച പല വസ്തുക്കളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് അജയ് സേത്ത് ഡെസിഗ്നേറ്റഡ് ആസ് ഫിനാൻസ് സെക്രട്ടറി. ധനകാര്യ സെക്രട്ടറിയായി അജയ് സേത്തിനെ നിയമിച്ചു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ ആയിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഫിനാൻസ് സെക്രട്ടറി അത് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു പോസ്റ്റാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒന്നാണ് ഫിനാൻസ് സെക്രട്ടറി. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി ആരാണ് നിയമിതനായത്? അജയ് സേത്ത്. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നൊരു പോസ്റ്റ് ആണ്. അതായത് ഫിനാൻസ് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസിനകത്തിൽ വരുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് വരുന്ന ഒരു പോസ്റ്റ് ആണ് ധനകാര്യ സെക്രട്ടറി. അജയ് സേത്ത് ആണ് ഇപ്പോഴത്തെ പുതിയ ധനകാര്യ സെക്രട്ടറി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ 11ാമത് ചെയർമാനായി നിയമിതനായത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണിപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതിൻ്റെ 11ാമത് ചെയർമാൻ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അജയ് സേത്ത് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്, അതായത് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. 2047 വികസിത് ഭാരത് എന്ന ദർശനം കൈവരിക്കുന്നതിന് ഇന്ത്യ ശരാശരി എത്ര ശതമാനം GDP വളർച്ച നിലനിർത്തേണ്ടതുണ്ട്? 8% കൂടുതൽ. അതായത് 2047 ഇന്ത്യയുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ അത് വികസിത് ഭാരത് ആണ്. ഒരു ഡെവലപ്ഡ് കൺട്രിയാണ് 2047. അതായത് 100 വർഷം ഇന്ത്യ ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആകണം എന്നുള്ള ലക്ഷ്യം. അതനുസരിച്ച് ഇന്ത്യയുടെ GDP അതിലെ വളർച്ച 8% മുകളിൽ ആയാൽ മാത്രമേ ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയാൻ പറ്റും. ഓവർ 8% ഓഫ് GDP ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് നിലനിർത്തിക്കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് 2047 ഇന്ത്യക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് റീഷെഡ്യൂൾ ടു April 25-27. ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് April 25 മുതൽ 27 വരെ പുനഃക്രമീകരിച്ചു. ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഇത് നടക്കേണ്ടത് മാർച്ചിലാണ്. എന്നാൽ ഇപ്പോൾ റംദാൻ അതുമായി ബന്ധപ്പെട്ട് നോമ്പൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഈവൻ്റ്, ആ ഒരു യോഗാസന ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. April 25 മുതൽ 27 വരെയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 April 25 മുതൽ April 27 വരെ 2ാം ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് എവിടെ നടക്കും? ന്യൂഡൽഹിയിലാണ് April 25 മുതൽ 27 വരെ 2ാമത്തെ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ്, ഒപ്പം തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഭാരത് യോഗാസന എന്നിവ ഒരുമിച്ച് നടത്തുന്ന ഒരു വലിയൊരു ഈവൻ്റ് ആണത്. ഇന്ത്യ നടത്തുന്നത് 2ാമത്തെ പ്രാവശ്യമാണിത് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച്. ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആഗോള കായിക ഇനമായി സാന്നിധ്യം സ്ഥാപിക്കുക.
അതായത് യോഗ എന്നതിനെ ഒരു ആഗോളതലത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് ഒളിമ്പിക്സിൽ അതിനെ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് എത്തിക്കുക എന്നതാണ് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതേ ലെവലിലുള്ള ചാമ്പ്യൻഷിപ്പ് അത് വേൾഡ് ലെവലിലും ഒപ്പം തന്നെ ഏഷ്യൻ ലെവലിലും ഇന്ത്യ ലെവലിലൊക്കെ നടത്തി ആ ഒരു സ്പോർട്സിനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ആണ് ഇന്ത്യ റെക്കോർഡ്സ് 1.27 lakh crore ഇൻ ഇൻഡിജിനസ് ഡിഫൻസ് പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിൽ റെക്കോർഡ് 1.27 ലക്ഷം കോടി. ഡിഫൻസ് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം എന്തായിരുന്നു? 1.27 ലക്ഷം കോടി രൂപ. അതായത് ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ ഇന്നിപ്പോൾ ഏറ്റവും ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് ഇന്ത്യയുടെ ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1.27 ലക്ഷം കോടി രൂപയുടെ പ്രൊഡക്ഷൻ ആണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എത്രയായിരുന്നു? 21,083 കോടി രൂപ. അതായത് പ്രൊഡക്ഷൻ ആയിരുന്നു 1.27 lakh കോടി രൂപയുടെ. എന്നാൽ അതിൻ്റെ എക്സ്പോർട്ടിംഗ് എന്ന ലെവലിൽ വന്നിട്ടുള്ള മാറ്റം 21,083 കോടി രൂപയാണ്. 21,083 crores റുപ്പീസിൻ്റെ എക്സ്പോർട്ടിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിരോധ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഡിഫൻസ് ഐറ്റംസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.